ഇങ്ങനെ ഇത് നമ്മൾ ആ ചെറിയ ലംസ് ഉള്ളത് നമുക്ക് Welcome to Sunday Special Baking Class. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു സംഭവമാണ് ക്രീം ചീസ്. അപ്പം എൻ്റെ ഇരിക്കുന്ന ഫിലാഡൽഫിയ ക്രീം ചീസാണ്. അപ്പം 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് പരിപാടി ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ ആവും. നമ്മൾ സാധാരണ പാല് പിരിച്ച് ഉണ്ടാക്കുന്നത് എല്ലാം ക്രീം ചീസ് അല്ല, എപ്പോഴും റിക്കോട്ട ചീസാണ്. ഒരുപാട് നമ്മൾ പാല് പിരിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പെർഫെക്റ്റ് വേയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ക്രീം ചീസ് ഉണ്ടാക്കാമെന്നുള്ളതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഇതാണ് യഥാർത്ഥ ക്രീം ചീസ്. ഇത് നമ്മുടെ നാട്ടിലെ ആമസോണിലും ചില സ്പെസിഫിക് കടകളിലും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ആമസോണിൽ നിന്നൊക്കെയാണ് ഒരു 886 രൂപ വരും ഈ 226 ഗ്രാം ഉള്ള ഈ ക്രീം ചീസിന്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ക്രീം ഏകദേശം അതിനോട് സാമ്യമുള്ളതാണ്. പക്ഷേ ഇതുപോലുള്ള പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും നമുക്ക് കിട്ടില്ല. അതിന് കാരണം കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഇതിൻ്റെ അകത്ത് ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പാസ്ചറൈസ്ഡ് മിൽക്ക്, സാധാരണ പാല് തന്നെ ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടെന്നുള്ളൂ, ബാക്ടീരിയാസ് കളഞ്ഞെടുത്തിട്ടുണ്ടെന്നുള്ളൂ. സാധാരണ നമ്മുടെ മിൽക്ക്, അതുപോലെ തന്നെ ക്രീം, പിന്നെ സോൾട്ട്, കാർബോ ബീൻ ഗം ആൻഡ് ചീസ് കൾച്ചർ. അപ്പം ഈ സംഭവങ്ങളെക്കുറിച്ച് നമുക്കിപ്പം കാർബോ ബീൻ ഗം നമുക്കിപ്പം അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ അത് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് നമുക്ക് കുറച്ച് ഓളിയൊക്കെ കൂട്ടാൻ വേണ്ടിയാണ് സാധാരണ അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ മിൽക്ക് നമുക്ക് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ക്രീം നമുക്ക് അവൈലബിൾ ആണ്. ക്രീം നമുക്ക് അവൈലബിൾ ആയത് 20% ആണ് ഫ്രഷ് ക്രീം കേട്ടോ. അപ്പോൾ 20% ആണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത്, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി. കാരണം നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി സോൾട്ട് നമ്മളെല്ലാവരും വേണ്ടിയിട്ടുള്ള സാധനമാണ് സോൾട്ട്. സോ നമ്മൾ ഉപയോഗിക്കാത്ത 2 സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ചീസ് കൾച്ചറും കാർബോ ബീൻസും ആണ് നമ്മൾ ഉപയോഗിക്കാത്തത്. കാർബോ ബീൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ പരിപ്പില്ലേ, അതായത് പയറ് പോലത്തെ ഒരു സംഭവമാണത്. അതിൻ്റെ സീഡിൽ നിന്ന് അവരുണ്ടാക്കുന്ന പൗഡറാണത് കേട്ടോ. അത് സ്റ്റെബിലൈസ്. അപ്പം നിങ്ങൾക്ക് ഒരു സംശയം വരുമായിരിക്കും എന്താണ് ആ സംഭവം എന്ന്. ആ സംഭവം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഐസ്ക്രീമിന് സ്റ്റെബിലൈസ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ചീസ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ഫിലാഡൽഫിയ പോലുള്ള കമ്പനികളുടെ ഇത്ര ഫേമസ് ആയിട്ട് നിൽക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ ബാക്ടീരിയയ്ക്ക് എത്ര പഴക്കമുണ്ടോ ആ കൾച്ചറിന് അത്രയ്ക്കും നല്ലതായിരിക്കും നമുക്ക് ചീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ്. അപ്പം നമ്മൾ ഇതിനെ കാണിച്ചത്, പക്ഷേ ഇതിൻ്റെ ഒരു ടെക്സ്ചറോടെ നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. വേറൊന്നുമല്ല, സാധാരണ നമ്മൾ ക്രീം ചീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയും നല്ല ടെക്സ്ചർ കിട്ടില്ല. അതിന് കാരണം എന്താണ്? 1 സ്റ്റെബിലൈസർ, 2 കൾച്ചർ. ഈ 2 സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷെ നമ്മൾ പാല് പിരിക്കുന്ന വിനീഗറാണ് ഉപയോഗിക്കുന്നത്. വിനീഗറും കൂടാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലെമൺ ജ്യൂസും സിട്രിക് ആസിഡും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസി, നിങ്ങൾ ഈ കാണുന്ന ഈ കൺസിസ്റ്റൻസിയിൽ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. കാരണം ആണ് സ്റ്റെബിലൈസർ, അതുപോലെ തന്നെ കൾച്ചർ. ചീസ് കൾച്ചർ നമുക്ക് ആരുടെയും വീട്ടിൽ അവൈലബിൾ അല്ല. അപ്പോൾ ആർക്കെങ്കിലും ചീസ് കൾച്ചർ വീട്ടിൽ അവൈലബിൾ ഉണ്ട് അവരൊന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടോ? കാണാൻ വഴിയില്ല, എന്നാലും ചിലപ്പോൾ കണ്ടാലോ. ഓക്കെ, അപ്പം എന്നാ അടിപൊളി ടേസ്റ്റ് ആണോ. അപ്പോൾ എനിക്ക് ചീസിൻ്റെ കൃത്യമായിട്ടുള്ള ടേസ്റ്റ് അറിയാം. കാരണം ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരം ചീസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് കൃത്യമായിട്ട് ചീസിൻ്റെ ടേസ്റ്റ് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുമ്പോൾ തീർച്ചയായിട്ടും 100%ഉം കറക്റ്റ് 100% ടേസ്റ്റ് വന്നില്ലെങ്കിലും ഒരു 80% ചീസിൻ്റെ ടേസ്റ്റ് വരുന്ന രീതിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒട്ടും താമസിക്കാതെ തന്നെ നമ്മൾ അപ്പം 1 കപ്പ് ക്രീമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, 1 കപ്പ് ക്രീം, 2 കപ്പ് പാല്. അപ്പം എനിക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ സാധാരണ പാല് മേടിക്കാൻ കിട്ടില്ല. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഓർഗാനിക് ഹോൾ മിൽക്ക്. സാധാരണ നമ്മുടെ പാല് തന്നെ പശുവിൻ്റെ പാല്, സാധാരണ ഓടി നടന്നിട്ടുള്ള ഓർഗാനിക്, ഒരു കാർബോ ഇതൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് അൾട്രാ പാസ്ചറൈസേഷൻ ഒക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും സാധാരണ നമ്മുടെ നാടൻ പശുവിൻ്റെ പാല് തന്നെയാണ് ഇത് കേട്ടോ. സോ ഇത് 2 കപ്പ്. അപ്പോൾ അത് ഞാൻ എന്നാണ് ചൂടാക്കാൻ വെച്ചു. ആ കൂട്ടത്തിൽ 2 കപ്പ് പാല്. അപ്പോൾ ക്രീം ഞാൻ പറഞ്ഞ ഫ്രഷ് ക്രീമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഫ്രഷ് ക്രീം 20% ഫാറ്റ് ഉള്ളത് കേട്ടോ. അപ്പം ക്രീം ചീസ് ഉണ്ടാക്കുമ്പോൾ തന്നെ എപ്പോഴും നമുക്ക് ഈ എന്താ പറയുന്നത്, ആ ഒരു ഫാറ്റ് പെർസെൻറ്റേജ് എപ്പോഴും കുറവായിരിക്കും നമ്മുടെ പാൽ. അതായത് നമ്മുടെ പാലിൽ ഇച്ചിരി കൊഴുപ്പ് എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് വെച്ചാൽ ബട്ടർ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പശുവിൻ്റെ പാലിൽ നിന്നാണ് ബട്ടർ ഉണ്ടാക്കുന്നത്. അപ്പം ബട്ടർ 2 ടേബിൾ സ്പൂണാണ് ബട്ടർ ചേർക്കുന്നത് കേട്ടോ. മാറ്റി വെക്കാം, എല്ലാം ഇങ്ങനെ മാറ്റി വെച്ചേക്കാം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്.
ഇച്ചിരി കഴിയുമ്പോൾ കൺജസ്റ്റഡ് ആവും. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു പിഞ്ച് സോൾട്ട്, ഒരു പിഞ്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് ഇത് പയ്യെ ഇളക്കുക, അതായത് പയ്യെ ഇളക്കി ഇത് ചൂടാക്കുക. നമുക്ക് വാമാക്കി എടുത്ത് പയ്യെ പയ്യെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. കാരണം ഇത് ചെയ്യുമ്പോഴത്തേന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പെട്ടെന്ന് പാലിലോട്ട് ലെമണോ അല്ലെങ്കിൽ സിട്രസ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനമോ അല്ലെങ്കിൽ വിനീഗർ ഒഴിച്ച് കഴിഞ്ഞാൽ, വിനീഗർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വേണ്ട ഇതാണ് വിനീഗർ. എനിക്കിവിടെ ചെരുവത്ത് വിനീഗർ കിട്ടും, നമുക്ക് ചെറിയ ബോട്ടിൽ ഇവിടെ കിട്ടത്തില്ല. വലിയ ബോട്ടിലെ വൈറ്റ് വിനീഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെരുവത്തിലാന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ കിട്ടത്തുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. സോ ഇത് ഒറ്റയടിക്ക് ഒഴിച്ച് നമ്മൾ ഒരിക്കലും പിരിച്ച് കളയാൻ പാടില്ല. അങ്ങനെ പിരിച്ച് കഴിഞ്ഞാൽ അത് റിക്കോട്ട ചീസായി. റിക്കോട്ട ചീസ് അല്ല, നമുക്കൊണ്ട് ക്രീം ചീസാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ റിക്കോട്ട ചീസ് തരി കൂടുതലായിരിക്കും, അതുപോലെ തന്നെ പാലുമായിട്ട് ഭയങ്കരമായിട്ട് വിട്ടുപോയി ഇങ്ങനെ കട്ട പിടിച്ച് വരും. നമ്മുടെ നാട്ടിൽ പനീർ എന്ന് പറയത്തില്ലേ, സംഭവം അത് തന്നെയാണ്, പനീറാണ്. അപ്പോൾ പലരും ക്രീം ചീസ് എന്ന് ചെയ്യുന്നത് അവർ റിക്കോട്ട ചീസാണ് ക്രീം ചീസായി കാണിക്കുന്നത്. എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളത്. എനിക്ക് 100% ഉറപ്പാണ്. ഒരു കാരണവശാലും നമ്മളുണ്ടാക്കുന്ന ചീസ് ഒരിക്കലും നമ്മൾ മിക്സിയിൽ അടിക്കാൻ പാടില്ല, അതിൻ്റെ കൂടുതൽ ക്രീം ഒഴിക്കാൻ പാടില്ല. അതിന് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ തന്നെ ആ ടെക്സ്ചർ നഷ്ടപ്പെടും. പിന്നെ ഫ്ലേവർ, നമ്മൾ ക്രീം ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ചീസിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും മിക്സിയിൽ അടിക്കാൻ പാടില്ല. ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ കേട്ടോ. അപ്പം നമ്മുടെ പാല് ചെറുതായിട്ട് വാമായി തുടങ്ങി. അപ്പോൾ നമുക്ക് നമ്മുടെ ബട്ടർ മെൽറ്റ് ആവാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് ഇടയ്ക്ക് ബട്ടർ ചേർക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ശരിക്കും പറഞ്ഞാൽ ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ആ ഒരു തിക്നെസ് നമുക്ക് കിട്ടും. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പാലിൻ്റെ ഒരു വകഭേദമാണ് അത് ഗീയും അതുപോലെ തന്നെ ബട്ടറും ഒക്കെ. അപ്പോൾ ഇതിനകത്ത് മിൽക്ക് സോളിഡ്സ് ഭയങ്കര ഹൈ ആയിരിക്കും. ഗീക്കകത്താണെങ്കിൽ മിൽക്കിൻ്റെ അംശം കുറവായിരിക്കും, അതിൻ്റെ അകത്ത് ഫാറ്റ് മാത്രമേ കാണുള്ളൂ. സോ അപ്പോൾ ആ ഫാറ്റ് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ബട്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് പുക വന്നു തുടങ്ങി, അതായത് ചെറുതായിട്ട് തിളച്ചിട്ടില്ല ഇത്. ഇനിയാണ് നമ്മൾ ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് കാര്യം. ഇതിപ്പം ചെറുതായിട്ട് നമ്മുടെ പാലൊന്ന് തിളച്ച് പുക മുകളിലോട്ട് വരുന്ന ആ സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ വിനീഗറാണ് കൊടുക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ ലെമൺ ജ്യൂസാണ് കൊടുക്കുന്നതെങ്കിൽ ലെമൺ ജ്യൂസും കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ 2 ടീസ്പൂണാണ് ടോട്ടൽ നമുക്ക് ഉപയോഗിക്കേണ്ടത്, പക്ഷേ 1 ടീസ്പൂണാണ് ഇപ്പോൾ കൊടുക്കാൻ പാടുള്ളൂ. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇതിപ്പം നമ്മൾ ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോകും. ആ പിരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ 1 ടീസ്പൂണേ ഞാൻ 1 ടീസ്പൂൺ കൃത്യം നിറച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ചൂടായ വന്ന പാലിൻ്റെയും ക്രീമിൻ്റെയും ബട്ടറിൻ്റെയും മിക്സറിലോട്ട് ലെമൺ ജ്യൂസാണ് ഒഴിക്കാം. വിനീഗറാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചത്. ഇപ്പോൾ ഒരു ചെറിയൊരു പിരിവ് പോലെ വരും, പക്ഷേ ശരിക്കും പിരിയത്തില്ല ഇപ്പം, കാരണം അതിൻ്റെ വിനീഗറിൻ്റെ അളവ് വളരെ കുറവാണ് കേട്ടോ. ഹൈ തന്നെയല്ലേ, എനിക്ക് സംശയം. ഇപ്പോൾ ഒരു ചെറിയ പിരിവ് പോലെ വന്നത്. ഇനി പാല് ചെറുതായിട്ട് ഒന്ന് ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇത് കണ്ടോ, ഇതുപോലെ തരി പോലെ ആവും സൈഡ്. ഇതാണ് ഞാൻ പറയുന്നത്, സ്ലോ ആയിട്ട് ചെയ്യണം. കാരണം നമുക്ക് ആ മാക്സിമം മിൽക്കിനകത്തുള്ള ഫാറ്റ് നമുക്ക് എടുക്കണം, എന്നാലുള്ള നല്ലൊരു ക്രീം ചീസ് കിട്ടത്തുള്ളൂ കേട്ടോ നമുക്ക്. ഇപ്പോൾ നമ്മുടെ പാല് നല്ലോണം തിളച്ചു. അപ്പം തിളയ്ക്കുന്നതിന് മുമ്പ് 1 ടീസ്പൂണും തിളച്ചതിന് ശേഷം അടുത്ത ടീസ്പൂണും ഇതൊഴിച്ച് തീ അങ്ങോട്ട് ഓഫ് ചെയ്തേക്കുക. തീ കംപ്ലീറ്റ്ലി ഞാൻ തീ ഓഫ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. സാധാരണ ചീസ് പാല് പിരിക്കുന്ന പോലെ അല്ല ഇത് പിരിച്ചിരിക്കുന്നത്, വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ ഈ പാല് പിരിച്ചിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ഞാൻ പറയുമ്പോൾ ഒറ്റയടിക്ക് പിരിക്കാൻ മേലെന്ന് ചോദിക്കും നിങ്ങൾ, പക്ഷേ അങ്ങനെ ചിരിക്കുന്നതിലും എഫക്റ്റ് കൂടുതൽ ഇങ്ങനെയാണ്. ഇത് കണ്ടോ, നിങ്ങളിപ്പോൾ കണ്ടോ, ഈ കേടിൽ എന്ന് പറഞ്ഞ ഈ ഒരു പാകം കിട്ടും. ഇത് കണ്ടോ, പക്ഷെ പാല് പിരിഞ്ഞിട്ട് കൊണ്ട് നമുക്ക് കേടിലും വേണം. നമുക്ക് കൂടുതലും നമ്മൾ ബട്ടറാണ്, പാലിൻ്റെ അകത്തെയും ക്രീമിൻ്റെ അകത്തെയും ബട്ടർ നമ്മൾ എടുക്കുകയാണ് ഈ പരിപാടിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. സോ ഇപ്പം നമ്മുടെ പാല് നല്ലോണം പിരിഞ്ഞ് ഞാൻ തീ ഓഫ് ചെയ്യുന്ന ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോഴും ആ പാലും വെള്ളം മോരും വെള്ളം പോലെയാണ് കിടക്കുന്നത്, ഒരിക്കലും വിട്ടു പോന്നിട്ടില്ല. അങ്ങനെ വരാൻ പാടില്ല, ഒരിക്കലും വിട്ടു പോകാൻ പാടില്ല. നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ.
ഇത് നമ്മൾ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല, അത് മറന്നുപോയി. സോ ഞാനൊരു എന്താ പറയുന്നത്, ഒരു അരിപ്പയിൽ ചീസ് ക്ലോത്ത് എന്ന് പറയുന്നവരുണ്ട്, മസ്ലിൻ ക്ലോത്ത് എന്ന് പറയുന്നവരുണ്ട് കേട്ടോ. ഈ സംഭവത്തിന് 2 പേരിലാണ് ഈ സംഭവം അറിയുന്നത്. ഇത് 2-3 മടക്കായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ, വേറെ ഒന്നിനുമല്ല. ഇത് എനിക്കൊന്ന് ചെറുതായിട്ട് പിഴിയണം, അതിനു വേണ്ടിയാണ്. സോ കൃത്യമായിട്ട് വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതിപ്പം പാല് പോലെ തന്നെയാണ് ഏകദേശം ഇരിക്കുന്നത്, പക്ഷേ ഇത് നല്ലോണം പിരിഞ്ഞിട്ടില്ല, ഇളം പിരിവാണ്. ഇതാണ് നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസി ആയിട്ട്. ഇനി നമുക്ക് ചീസ് ക്ലോത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചീസ് ക്ലോത്തിലോട്ട് ഒഴിച്ച് മാറ്റി. ഇത് കണ്ടോ, കേടിൽ കൂടുതലാണ്. സാധാരണ നമ്മൾ ഒറ്റയടിക്ക് പിരിക്കുന്നതിലൊക്കെ ഞാൻ കേടിൽ കൂടുതലാണ് ഇതിന്. അതിനകത്ത് വേറെ സംഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അടി പെട്ടെന്ന് കാണിച്ചു തരാം. ഞാൻ കൂട്ടി വെക്കുന്നുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് പാല് സാധാരണ നമ്മൾ പിരിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന വെള്ളം എപ്പോഴും വൈറ്റ് കളറിൽ നിന്ന് മാറിയിട്ട് ഇത് നമ്മുടെ പച്ചവെള്ളത്തിൻ്റെ കഞ്ഞിവെള്ളത്തിൻ്റെ കളറാണ്, പക്ഷേ ഇത് പാലിൻ്റെ തന്നെ കളറാണ് ഇളകുന്നത്. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് ഫാറ്റാണ് നമ്മൾ എടുത്ത് മാറ്റിയത് കേട്ടോ. അതാണ് ഇനി ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്ന് ഒന്ന് കുറയട്ടെ. എന്നിട്ട് ഞാൻ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണ് നമ്മൾ മിക്സിയിൽ അടിക്കാതെ ചെയ്യേണ്ടത്, നല്ല കട്ടയാക്കി എടുക്കാനുള്ളതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യണമെന്ന്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നല്ലേ സംഭവം ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. ഇതെടുക്കുക, നന്നായിട്ട് പിഴിഞ്ഞ് കളയുക. 10 മിനിറ്റ് ഇപ്പോഴും ചൂട് മാറിയിട്ടൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞ് കളയുക. നമ്മൾ പൊട്ടി, നമ്മുടെ ബാഗ് പൊട്ടി, എന്നാലും നമ്മൾ വിടമാട്ടെ. ചീസി ടേസ്റ്റ് ഉണ്ട്, ചെറിയ ചൂടുണ്ട് കേട്ടോ. നല്ല സാരമൊന്നുമില്ല, ഇതൊക്കെ നമ്മൾ ചാടിക്കിടന്ന ആൾക്കാരല്ലേ. സോ സാധാരണ നമ്മൾ പറയും ഇത് ഓവർനൈറ്റ് നമ്മൾ വെക്കണമെന്ന് പറയും. ഓവർനൈറ്റ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ ചെയ്യുന്ന റെസിപ്പീസിനാണെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഓവർനൈറ്റ് വെച്ചാൽ നല്ലത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ നിങ്ങളെ ഒരു കൂട്ടം കാണിച്ചത് കേട്ടോ, ഈ പാല് പിരിഞ്ഞിട്ടും ഇത് പിരിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഇതിനകത്തെ ഫാറ്റ് മുഴുവൻ എടുത്തു. ഈ ഫാറ്റ് പിരിഞ്ഞിട്ടും നമുക്ക് കിട്ടിയ ചീസ് റബ്ബർ പോലെയല്ല. അപ്പം സാധാരണ എല്ലാവർക്കും പറ്റുന്നതെന്ന് വെച്ചാൽ അവർ റബ്ബർ പോലെ ആവുന്നതുകൊണ്ടാണ് ക്രീം അത് ഒഴിച്ച് അടിച്ച് ചീസ് പരിഗത്തിലാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും റബ്ബർ പോലെ വരാൻ പാടില്ല. ഇനി ചെയ്യാനുള്ളതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, നമുക്ക് കളയാം. ഇനിയാണ് മിക്സിക്ക് അടിക്കുന്നതിന് പകരമുള്ള പരിപാടി. ഇതിപ്പോൾ ചൂടോടുകൂടിയാണ്, ഒരുപാട് സമയം നിർത്തി. നിങ്ങൾ കണ്ടില്ലേ, പറഞ്ഞ പോലെ സമയം നിർത്തില്ല. സ്ട്രെയിറ്റ് ആണ് ഈ വീഡിയോ, നിങ്ങൾക്ക് തന്നെ അറിയാം. നല്ല ചൂടാട്ടോ. നല്ല ഒരു ചീസ് ക്ലോത്ത് മതി നമുക്ക്. ഇതിനെ മാറ്റിയേക്കാം, സൈഡിലും തുടച്ചു വിട്ടേക്കാം. ഇതുണ്ടോ, നല്ല കട്ട ചീസ് കിട്ടി നമുക്ക്. ഒന്നും കളയണ്ട കേട്ടോ. ഫുള്ള് നമുക്കിതങ്ങ് അടിച്ചെടുക്കാം കേട്ടോ. ബാക്കി അങ്ങ് പൊക്കോട്ടെ. കൈ തുടയ്ക്കാൻ ടിഷ്യൂ കൂടെ മാറിപ്പോയി. സോ ഞാൻ കുറച്ചും മുമ്പേ കാണിച്ചു തന്ന ഫിലാഡൽഫിയയുടെ സെയിം സ്ട്രക്ചറായി. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മിക്സി അടിക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത്, മിക്സിയിൽ അടിക്കാൻ പാടില്ല. ക്രീം ചീസ് റബ്ബർ ആവുന്ന ക്രീം ചീസാണ്. ക്രീം ചീസ് അല്ല, റിക്കോട്ട ചീസ് അല്ല, പനീറാണ് അവർ മിക്സിയിൽ അടിക്കുന്നത്. നമ്മുടേത് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗമുള്ളൂ എനിക്ക്. നമ്മൾ പാലറ്റ് നൈഫ് വച്ചിട്ട് ഇത് കണ്ടോ, ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ച് നല്ല പതിച്ചെടുക്കുക. ഇങ്ങനെ ഇത് നമ്മൾ ആ ചെറിയ ലംസ് ഉള്ളത് നമുക്ക് ഇല്ലാതെ ആക്കിയെടുക്കാം. ഒരുപാട് നേരമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രേ ഉള്ള സംഭവം, വളരെ എളുപ്പം പരിപാടിയാണ്. ഒരു പ്ലേറ്റ് എടുക്കുക, അതിലോട്ട് മാറ്റുക. അപ്പോൾ ഒരുപാട് വലിയ റെസിപ്പിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് റെസിപ്പിയാണ്.
ഫുള്ള് നമ്മളെടുത്ത് മാറ്റി. സോ ഇതൊന്ന് തുടച്ചു വിട്ടേക്കോട്ടെ. ഞാൻ വേറെ നല്ല ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, അതങ്ങ് ഫിനിഷ് ചെയ്തേക്കാം. സോ ഞാനൊരു ടേസ്റ്റ് നോക്കണേ. ഞാൻ കുറച്ചും പേര് ഒരു ഫിലാഡൽഫിയ ചീസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, ക്രീം ചീസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. ഫിലാഡൽഫിയ ഒന്നുമില്ല, ക്രീം ചീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പനീസ് ഉണ്ട് കേട്ടോ. ഫിലാഡൽഫിയ അവരുടെ ഏറ്റവും ക്വാളിറ്റി കൊണ്ട് അവർ മുമ്പിൽ നിൽക്കുന്നുള്ളൂ ഉള്ളൂ. ഒരു 85% ക്രീം ചീസിൻ്റെ ഫുള്ള് ടേസ്റ്റും കിട്ടുന്നുണ്ട്. 100% ഒരിക്കലും ഞാൻ പറയുന്നത് നിങ്ങളുടെ കള്ളം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് കിട്ടില്ല റിയൽ ക്രീം ചീസിൽ. എൻ്റെ കയ്യിൽ ഇപ്പം എടുത്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ചു, കാരണം ഒരുപാട് ഞാൻ പുറത്ത് വെക്കാൻ പറ്റില്ല. ഞാൻ ക്രീം ചീസ് എപ്പോഴും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ബേഗിൾസിലും അങ്ങനെയൊക്കെ തേച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു 85% നമുക്ക് പറയാം, 100% ഞാൻ പറയത്തില്ല. 85% ഹോം മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വേ ഇതാണ്. ആ ഒരു ടേസ്റ്റും കിട്ടുന്നുണ്ട്. ഇത് വെച്ച് എങ്ങനെയാണ് ചീസ് കേക്ക് ഉണ്ടാക്കുന്നുള്ളത് അടുത്ത ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ക്രീം ചീസ് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലെന്ന് ബേക്ക് ഷോപ്പ് ക്രിയേഷൻ കണ്ട് ആരും ഇനി പറയാൻ പാടില്ല. കാരണം അതിന് കാരണം ഇതാണ്, നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. അപ്പം അടിപൊളിയുള്ള ചീസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബേക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. See you next time.